ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന അനി അതുപോലെ തന്നെ നന്ദു വിവാഹമൊന്നും ഇപ്പം നടക്കില്ല കേട്ടോ. അങ്ങനെ അനാമികനെ രക്ഷപ്പെടുത്തി നന്ദു വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും ജാനകിക്ക് സംശയം തന്നെയാണ്. കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ നന്ദു എന്തെങ്കിലും അപകടപ്പെടുത്തി അനാമികനെ ഒഴിവാക്കിയിട്ട് അനിയുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടും. അത് മാത്രമാണ് ജാനകിയുടെ വിചാരം കേട്ടോ. അതിനെക്കുറിച്ച് ചെറിയച്ഛനോട് പറയുന്നുണ്ട്. അതിനുശേഷം ജാനകിയുടെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് നയനക്കും അമ്മക്കൊക്കെ മനസ്സിലാവുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ വളരെ ഭയങ്കര ആർഭാടത്തോടു കൂടി തന്നെ അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും വിവാഹം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും എന്തായാലും അനാമിക തന്റെ ഭാര്യയായല്ലോ. ഇനി ഭാര്യനെ സ്നേഹിച്ച് കുടുംബം കഴിയണം എന്നൊരു വിചാരം മാത്രമേ നമ്മുടെ അനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അനാമിക നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അനാമിക കയറുമ്പോൾ തന്നെ വളരെ അഹങ്കാരമൊക്കെ കാണിച്ചു തുടങ്ങും കേട്ടോ. നയനയെടുത്തും അതുപോലെ തന്നെ നവ്യടുത്തൊക്കെ വളരെ അഹങ്കാരത്തോടെ സംസാരിക്കും. അപ്പൊ നവ്യക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. നവ്യ പറയും ഇവിടെ എന്തൊരു അഹങ്കാരിയാണ്, വന്ന് കയറില്ല, അതിനു മുമ്പ് അഹങ്കാരം കാണിക്കാൻ തുടങ്ങി എന്ന് നവ്യ പറയുമ്പോൾ നയനെ പറയണ്ടേ എന്തെങ്കിലും ആവട്ടെ ചേച്ചി, വാ നമുക്ക് അകത്ത് കയറാൻ വേണ്ടിട്ട് നമ്മുടെ നയന അല്ലെങ്കിൽ നവ്യനെ ഒന്ന് അനുനയിപ്പിച്ച് അകത്തൊക്കെ കൊണ്ടുവരും കേട്ടോ. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് വന്നേലേ ഉള്ളൂ, അനാമികക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ആ ഗിഫ്റ്റ് ആയിട്ട് ഒരു നെക്ലസ് കൊടുക്കാൻ വേണ്ടി മുത്തശ്ശൻ തീരുമാനിക്കും. ആ നെക്ലസ് സെലക്ട് ചെയ്തത് നയനയാട്ടോ. അപ്പൊ ആദ്യ രാത്രി നമ്മുടെ അനാമിക അനിയടുത്ത് പറയുന്നുണ്ട്, അനി നെക്ലസ് കൊടുക്കുമ്പോ അനാമിക പറയണ്ടേ എന്റെ ഇഷ്ടത്തിനല്ല നെക്ലസ് ശരിക്കും വാങ്ങേണ്ടത്, ഞാനല്ലേ നെക്ലസ് അണിയണത്, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ വാങ്ങിക്കേണ്ടത്, ഇതെന്തിനാ നയനേച്ചിനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ചത്, എനിക്ക് ഈ ഡിസൈൻ ഒട്ടും തന്നെ ഇഷ്ടമായില്ല എന്ന് പറയാണ്. അപ്പൊ അനി പറയണ്ട് ഇവിടെ നയനേച്ചിയുടെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ചെറിയമ്മക്ക് വരെ നയനേച്ചിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇത് നല്ല ഡിസൈൻ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഇഷ്ടമില്ല, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എനിക്കറിയാം, അതിന് വേണ്ടിയിട്ട് നയനേച്ചിനെ ഏർപ്പാടാക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ സെലക്ട് ചെയ്ത ഡിസൈൻ മാലയൊന്നും മേടിക്കത്തില്ല കേട്ടോ. അനാമിക അങ്ങനെ ഒരുപാട് അഹങ്കാരവും കാര്യങ്ങളൊക്കെ കാണിക്കും. ഫസ്റ്റ് നൈറ്റിൽ തന്നെ അനീനെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അനാമിക തീരുമാനിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.